ഇന്ത്യൻ യൂണിയൻ സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പരിഷ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് CPM-ൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് വി ശശികുമാറാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിഷയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ മുദ്രാവാക്യം. പുതിയത് എന്ന് പറഞ്ഞുകൂടാ, ഇപ്പോൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ മുന്നിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ശേഖരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ക്യാബിനറ്റ് ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ മുദ്രാവാക്യത്തെ പിന്നിലുള്ള ഗൗരവമായ വെല്ലുവിളിയെ ജനാധിപത്യ സമൂഹം തിരിച്ചറിയണം എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെ മാറ്റി പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയെ മാറ്റാനുള്ള ഗൂഢശ്രമമാണ് ഇതിനെ പറ്റിയുള്ളത്. RSS BJP നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അവർ സൂക്ഷിക്കുന്ന സാംസ്കാരികമായ ഉള്ളടക്കം, അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ് ഈ മുദ്രാവാക്യത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഒരു ബഹുത്വത്തിൻ്റെ നാടാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ഭാഷ, സംസ്കാരം, വേഷവിധാനങ്ങൾ എന്ന് തുടങ്ങി നാനാത്വത്തിൻ്റെ ഒരു നാടാണ് ഇന്ത്യ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. പലതിനെയും ഉൾക്കൊണ്ട ഒരു ഏകത്വമാണ് ഇന്ത്യയുടേത്. വളരെ മെക്കാനിക്കലായി കെട്ടിപ്പടുത്ത ഒരു സംസ്കൃതി അല്ല ഇന്ത്യയുടേത്. പലതും ഒന്നിച്ചു വന്ന് ലയിച്ചു ചേർന്ന് പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഉദ്യാനമാണ് ഇന്ത്യ എന്ന് സീതാറാം യെച്ചൂരി പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. അങ്ങനെയുള്ള നമ്മുടെ നാനാത്വത്തെ, അതിലെ ഏകത്വത്തെ ഏകാത്മകമാക്കി മാറ്റുക എന്ന RSS അജണ്ടയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ ഫോർമുലയിലൂടെ. ഇപ്പോൾ ഇത് പ്രസക്തമായി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2014 തന്നെ BJP മോഡി ഗവൺമെന്റിന്റെ കാലത്ത് അവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞതാണ്. ഇതൊരു തർക്ക വിഷയമല്ല എന്ന നിലയിൽ തന്നെ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗനാണ്. ഇപ്പോഴത് പ്രസക്തമാവാൻ കാരണം 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പുതിയ സാഹചര്യമാണ്. അതായത് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച് 4/3 ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് നമ്മുടെ ഭരണഘടന തന്നെ ജനാധിപത്യ രീതിയിൽ മാറ്റി ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം BJPയുടെ ആ മോഹങ്ങളെ മുഴുവൻ കരിച്ചു കളഞ്ഞു. ഇന്ത്യയിലെ ചില ഘടകകക്ഷികളെ വിലക്കെടുത്തുകൊണ്ടാണ് അവർക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിഞ്ഞത്. എന്നാലും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. മൂന്നാമതും അധികാരത്തിൽ വന്ന മോഡി ഒട്ടും ഞങ്ങൾ ദുർബലരല്ല എന്ന് തെളിയിക്കാൻ ആവശ്യമായ നിരവധി ശ്രമങ്ങളാണ് നടത്തിയത്. അവരുടെ 100 ദിന കർമ്മ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ലോഗനാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതിന് കാരണം BJP മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട എല്ലാ 2, 3, 4 പ്രധാനപ്പെട്ട അവരുടെ നടപടികൾ അവർക്ക് പുറകോട്ട് വലിക്കേണ്ടി വന്നു. അവർക്ക് വെച്ച കാൽ പുറകോട്ട് വെക്കേണ്ടതായി വന്നു. വഖഫ് നിയമ ഭേദഗതി വളരെ വലിയ എതിർപ്പിനെ തുടർന്ന് ഇപ്പോൾ പാർലമെന്ററി കമ്മിറ്റിക്ക് ചർച്ചയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻ നിയമ ഭേദഗതി, കമ്മ്യൂണിക്കേഷൻ നിയമ ഭേദഗതി വലിയ എതിർപ്പിനെ തുടർന്ന് ഇപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പല നിയമങ്ങളും നിർണായകമായ കാര്യങ്ങൾ പുറകോട്ട് വെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ പുറകോട്ട് പോയിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്, അവരുടെ അണികളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് മോഡിക്കൊരു ആവശ്യമാണ്. ആ സന്ദർഭത്തിലാണ് ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ സഖ്യം
ശക്തിപ്പെട്ടു വരികയാണ്. അതിന്റെ കെട്ടുറപ്പ് വർദ്ധിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ കോടതികൾ ഗവൺമെന്റിനോട് ചോദ്യം ചോദിക്കുകയാണ്. EDയുടെ അറസ്റ്റിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ്. അത്തരമൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഈ വിപുലമായ ജനാധിപത്യ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് പകരം എല്ലാ അധികാരങ്ങളും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ഭരണമാറ്റം BJP ചടുലമായി ചിന്തിക്കുന്നുണ്ട്, RSS ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഇതിനെ നമ്മൾ കാണാൻ. ഇത് ആദ്യമായി വന്ന ഒരു ഒറ്റ മുദ്രാവാക്യമല്ല. ഇതിനു മുമ്പാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന മുദ്രാവാക്യം വന്നത്. അത് ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ടു. GSTയുടെ എന്ന പേരിലാണത് നടപ്പാക്കപ്പെട്ടത്. അത് എന്താണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറാനും സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടാത്ത ഒരു നികുതിയാക്കി അതിനെ മാറ്റിയെടുക്കാനും ഒക്കെയുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഫെഡറൽ നിലനിൽപ്പിനെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു. 2, ഒരു രാജ്യം ഒരു ഭാഷ എന്ന മുദ്രാവാക്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന മുദ്രാവാക്യം വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയെക്കുറിച്ച് RSSഉം BJPയും മനസ്സിൽ കരുതുന്നത് ശക്തമായ സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവും എന്നതല്ല, മറിച്ച് ദുർബലമായ സംസ്ഥാനങ്ങൾ, ശക്തമായ കേന്ദ്രം. എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയാണ് BJP വിഭാവനം ചെയ്യുന്നത്. അത്തരമൊരു വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. കൾച്ചറലായി അവർ ഈ കാര്യത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം മറക്കേണ്ടതില്ല. ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ. ഇതാണ് BJP മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ സാംസ്കാരികമായ മുദ്രാവാക്യം. ഇനി ഇതിന്റെ പ്രായോഗിക വശത്തിലേക്ക് വന്നാൽ, നിയമസഭകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് 2029 തെരഞ്ഞെടുപ്പോടുകൂടി അങ്ങനെ എത്തിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിനിടയിൽ 5 വർഷം പൂർത്തിയാകാത്ത സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടണം. പിരിച്ചുവിട്ട് ആ സംസ്ഥാനങ്ങളിൽ ഉടൻ ഇലക്ഷൻ നടത്തുകയല്ല ചെയ്യുക, അത് ഗവർണർമാരെ ആ ഭരണം ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ഉദാഹരണമായിട്ട് കേരളം 2026 നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ആ ഇലക്ഷനിലൂടെ വീണ്ടും ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ് അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഏത് ഗവൺമെന്റാണ് വരുന്നതെങ്കിലും ആ ഗവൺമെന്റിനെ 2029 പിരിച്ചുവിടും. അതിന്റെ ഭാഗമായി 2 കൊല്ലം 2026, 29, 3 കൊല്ലമായിരിക്കും ബാക്കി കഴിഞ്ഞിട്ടുണ്ടാവുക. ബാക്കി 2 കൊല്ലം ബാക്കി ഉണ്ടാവും. ആ 2 കൊല്ലക്കാലത്തെ ഭരണത്തെ നിയന്ത്രിക്കുക സ്വാഭാവികമായും ഗവർണർ ഭരണമായിരിക്കും. ഗവർണർമാരുടെ ഭരണം ഇപ്പോൾ എന്താണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ തന്നെ എന്താണ് ഗവർണർ ഡൽഹിയിൽ ചെയ്യുന്നത്? എന്താണ് ഗവർണർ ബംഗാളിൽ ചെയ്യുന്നത്? എന്താണ് ഗവർണർ കർണാടകയിൽ ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ ചെയ്യുന്നത്? എന്താണ് ഗവർണർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് പാസാക്കുന്ന ബില്ലുകൾ മുഴുവൻ തടഞ്ഞു വെക്കുക, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവശ്യമായ VCമാരെ നിർണ്ണയിക്കുന്നതിനുള്ള എല്ലാ വ്യവസ്ഥകളും അട്ടിമറിക്കുക, സിൻഡിക്കേറ്റിനെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സൂപ്പർ ക്യാബിനറ്റായി മാറാനാണ് കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട 99 MLAമാർ നിയമസഭയിൽ പിൻബലമുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇതാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർമാരെ അധികാരമേൽപ്പിക്കുന്നതോടെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ എന്തായിരിക്കും സംഭവിക്കുക? ബ്രിട്ടീഷ് കാലത്ത് എങ്ങനെയാണോ വൈസ്രോയിമാർ ഓരോ പ്രദേശത്ത് അധികാരം കൈയാളിരുന്നത്, ആ നിലയിലേക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വിധിയെ മാറ്റുകയാണ്. ഇതിന് കാരണമായി പറയുന്നത്, അത് എളുപ്പമാവില്ലേ, ഇലക്ഷൻ ഒന്നിച്ച് നടത്തിയാൽ പോരെ, അതിന്റെ ചെലവ് ചുരുക്കിക്കൂടെ എന്ന് തുടങ്ങിയ വാദങ്ങളാണ് ഇതിനു വേണ്ടി ഉന്നയിക്കുന്നത്. ഇത് തികച്ചും അസംബന്ധമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടപെടാനുള്ള അവസരമാണ്. സെബാസ്റ്റ്യൻ പോൾ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു ചൂണ്ടുവിരൽ കൊണ്ട് അധികാര സ്ഥാനങ്ങളെ താഴെ ഇറക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന ശേഷിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തെന്ന്. ആ കരുത്തിന്റെ ബലത്തെ കാണാതെ അതിന്റെ ചിലവിന്റെ ചില്ലിക്കാശുകളുടെ കണക്ക് പറയുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, അതിനോടുള്ള മര്യാദകേടാണ്.
അടുത്ത കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ഇതിപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലും നമ്മുടെ മലപ്പുറം ജില്ലയിലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ മുമ്പിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ചെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചിലത് ഇതിനോട് അനുഭവം പറഞ്ഞുകൊണ്ട് BJPയുടെ കൂടെ നിൽക്കുന്ന പാർട്ടികൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 15 രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി ഇതിനോട് വിയോജിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആണ്, CPM ആണ്. CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ CPMന്റെ വിയോജിപ്പ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആശ്ചര്യകരമായി തോന്നുന്ന കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ മുമ്പിൽ അവർക്ക് ലഭിച്ച ക്ഷണം അവർ അതിന് മറുപടി കൊടുക്കാതെ, ആ കമ്മിറ്റിയുടെ മുമ്പാകെ ചെല്ലാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ പത്രക്കാർ അവരോട് ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതൊരു തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ്, അതിന്റെ മുന്നിൽ പോയി ഇരുന്ന് സമയം കളയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ലീഗ് പറയുന്നത് പോലെ അത്ര വിവരമില്ലാത്തൊരു പാർട്ടിയാണോ? CPM അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? എന്താണ് ലീഗ് പറയുന്നത്? അതാണോ യഥാർത്ഥത്തിൽ ലീഗിന്റെ സമീപനം എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം RSS ഗവൺമെന്റുമായി, മോഡി ഗവൺമെന്റുമായി ഏറ്റുമുട്ടേണ്ടി വന്ന വിവിധ ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗ് ഇതുപോലെ മുട്ടിടിച്ച് നിന്നത് നമ്മൾ കണ്ടതാണ്. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ആരായിരുന്നു ഉപരാഷ്ട്രപതിയിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി? മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ, അദ്ദേഹത്തെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. ആ തെരഞ്ഞെടുപ്പിൽ വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ MP അതിൽ പങ്കെടുത്തില്ല. മുത്തലാഖ് ബില്ല്, വിവാഹം മൊഴി ചൊല്ലിയ മുസ്ലിം പുരുഷന് ക്രിമിനൽ നിയമം അനുസരിച്ച് ശിക്ഷ വിധിക്കുന്ന, മറ്റ് മതസ്ഥർക്ക് സിവിൽ നിയമമായിരിക്കുമ്പോൾ മുസ്ലിം മതസ്ഥരായ പുരുഷന്മാർക്ക് ക്രിമിനൽ നിയമം കേസെടുക്കാൻ വിധി കൽപ്പിക്കുന്ന ആ നിയമം വന്നപ്പോൾ അതിന്റെ ചർച്ചയിൽ നിന്ന് ലീഗ് മാറി നിന്നു. അതുപോലെയാണ് പൗരത്വ ഭേദഗതി നിയമം. മുസ്ലിം ലീഗിന്റെ സമീപനം, അവരുടെ നിലപാട് ഈ കേരളം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന RSSന്റെ അജണ്ട ചർച്ച ചെയ്യപ്പെടുന്ന വേദിയിൽ നിന്ന് ലീഗ് മാറി നിന്നിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സംസ്കൃതിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തോട് തികഞ്ഞ അവഹേളനമാണ് ലീഗ് നടത്തിയിരിക്കുന്നത്. ഇത് ജനാധിപത്യ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഏകാധിപത്യ നീക്കത്തെ, ജനാധിപത്യ വിരുദ്ധതയെ തിരിച്ചറിയാനുള്ള വിവേകം ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളാകെ പ്രകടിപ്പിക്കണമെന്നും അതിനെ ദുർബലമായി നോക്കിക്കാണുന്ന പ്രവണതകളെ തള്ളിക്കളയണമെന്നും എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. BJPയുടെ ഏകാധിപത്യ നീക്കത്തിനെതിരായ പോരാട്ടത്തിന് അവധി പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ല. അത് ശക്തിയോടെ മുന്നോട്ട് നീക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.